കേരളത്തിലെ 80 ലക്ഷം വീടുകളിലേക്ക് സർക്കാർ ഒരു സർവേയുമായി എത്തിച്ചേരാൻ പോവുകയാണ്. അതിനായുള്ള മൊഡ്യൂൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ മൊഡ്യൂൾ തയ്യാറാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. ആ മൊഡ്യൂൾ പ്രകാരം കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികളാണ് നിങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ മറുപടി കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കും. മുഖ്യമന്ത്രി അക്കാര്യം നേരിട്ട് വിലയിരുത്തും. എന്നാൽ ഈ എക്സസൈസ് കൊണ്ട് സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭരണപരിഷ്കാരങ്ങൾ നടത്താം എന്നാണോ? പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാം എന്നാണോ? പുതിയ പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കാം എന്നാണോ? അതൊന്നുമല്ലെന്നേ. യഥാർത്ഥത്തിൽ അതിനൊന്നും ഇനി സർക്കാരിന് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അടുത്ത മാസം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുന്നതോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ സർക്കാരിന് ഒരു പുതിയ പദ്ധതിയും പ്രഖ്യാപിക്കാൻ കഴിയില്ല. കാരണം അത് വോട്ടിങ്ങിനെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പരിപാടിയാണ് ഈ പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബർ കഴിയുന്നതോടുകൂടി അവസാനിക്കും. അപ്പോൾ പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസങ്ങളേ ഉള്ളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്. മാർച്ചോടുകൂടി വീണ്ടും പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. അപ്പോൾ പിന്നെ ഈ സർക്കാരിന് പ്രവർത്തിക്കാൻ ആകെപ്പാടെ അവശേഷിക്കുന്നത് കേവലം 2 മാസങ്ങൾ മാത്രമാണ്. 5 വർഷം കൊണ്ട് നടപ്പാക്കാത്ത പദ്ധതികൾ കേവലം 2 മാസം കൊണ്ട് നടപ്പാക്കി കളയും ഈ സർക്കാരിന് പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ചുരുക്കത്തിൽ ഒരു പുതിയ പദ്ധതിയും പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടല്ല ഈ സർവേ നടത്താൻ പോകുന്നത്. ഇത് കേവലം ഒരു പബ്ലിക് റിലേഷൻ എക്സസൈസും മാത്രമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലൊരു പരിപാടിയുമായിട്ട് സംസ്ഥാന സർക്കാർ ഇറങ്ങി പുറപ്പെട്ടിരുന്നല്ലോ. ആ പരിപാടിയുടെ പേരാണ് നവകേരള സദസ്സ് എന്ന് പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് ആ പരിപാടി അവസാനിച്ചത് എന്ന് നമുക്കറിയാമല്ലോ. അടി കലശലിലായിരുന്നു ആ പരിപാടി അവസാനിച്ചത്. ഒടുവിൽ കേരളത്തിൽ എന്താണ് ഈ ജീവൻ രക്ഷാ പ്രവർത്തനം, അതിന്റെ ഒരു മാതൃക പുതുതായി സൃഷ്ടിച്ചു എന്നതല്ലാതെ കേരളത്തിനൊരു പുരോഗതിയും ഉണ്ടായില്ല.